ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ളൊരു ക്രീമി പുഡിങ് ഉണ്ടാക്കിയാലോ. പൊതുവേ എനിക്ക് ക്രീം പുഡിങ് വലിയ ഇഷ്ടമല്ല കേട്ടോ. പക്ഷേ ഈ ഒരു പുഡിങ് ഉണ്ടാക്കിയപ്പോഴും കഴിച്ചപ്പോഴും എന്താ പറയുക, ഞാൻ അതിൻ്റെ ഫാനായിട്ടാ. അത്രക്കും ടേസ്റ്റാണ്. മധുരം ഇഷ്ടമുള്ളവർക്ക്, പുഡിങ്ങൊക്കെ ഇഷ്ടമുള്ളവർക്കില്ലേ ഇത് മസ്റ്റായിട്ട് ഒരുപാട് ഇഷ്ടമാവും. ഞാൻ അത്രയും ഗ്യാരണ്ടി പറയാം. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയുന്നില്ല കേട്ടോ, അത്രയും ഫ്ലേവർ ആൻഡ് ടേസ്റ്റാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കിക്കോ. അതിനായിട്ട് ഞാൻ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. വിപ്പിംഗ് ക്രീം നല്ലേക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഏത് വിപ്പിംഗ് ക്രീം ആയാലും കുഴപ്പമില്ല, പക്ഷേ നല്ല ടേസ്റ്റ് ഉള്ളതാകുമ്പോൾ പുഡിങ് ആയാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി വിപ്പിംഗ് ക്രീം ഒന്ന് വിപ്പായി വന്നാൽ അതിലേക്ക് ക്രീം ചീസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ലേ. ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം, പക്ഷേ ഉണ്ടായാൽ അത് വേറെ തന്നെ ഒരു ഫ്ലേവറാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ 2-3 സ്പൂണോളം ക്രീം ചീസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതും കൂടി ഇട്ടിട്ട് നല്ലേക്കൊന്ന് വിപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഞങ്ങൾക്കിത് കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നുണ്ടാണ് കേട്ടോ, ഇത്ര പാട് ക്രീം എടുത്തിട്ടില്ലേ. അപ്പോൾ എല്ലാം കൂടി ഒന്ന് നല്ലേക്കൊന്ന് മിക്സ് ചെയ്ത് ക്രീം ചീസും വിപ്പിംഗ് ക്രീമും എല്ലാം ഒന്ന് നല്ലേക്കൊന്ന് മിക്സ് ചെയ്ത് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതാ ബ്രെഡ് എടുത്തിട്ടുണ്ട്. ബ്രെഡിൻ്റെ ബ്രൗൺ കളറില്ലേ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇതേപോലെ എല്ലാം ഒന്ന് നീറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ബ്രെഡ് ഒന്ന് മുക്കിയെടുക്കാനായിട്ട് പാലെടുത്തിട്ടുണ്ട്. പാലിലേക്ക് മിൽക്കി മെയ്ഡ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് നല്ലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ മുക്കിയിട്ടാണ് കേട്ടോ നമ്മൾ പുഡിങ്ങിലേക്ക് ബ്രെഡ് വെച്ച് കൊടുക്കുന്നുള്ളത്. അപ്പോൾ ഇതാ പുഡിങ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പുഡിങ് ട്രേ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതാ ഈ പാലിൻ്റെ മിക്സിലേക്ക് ബ്രെഡ് മുക്കിയിട്ട് ഇതേപോലെ ഒരു ലെയറായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് നല്ലേക്കൊന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കാം. സെക്കൻഡ് ലെയറായിട്ട് ഹൈഡ് ആൻഡ് സീക്കിൻ്റെ ബിസ്ക്കറ്റില്ലേ അതും ഈ മിക്സിയിലോട്ട് ഇട്ടിട്ട് ഇതേപോലെ മുക്കിയെടുത്തിട്ട് സെക്കൻഡ് ലെയറായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ എല്ലാം ഒന്ന് നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വന്നാൽ നമ്മൾ വിപ്പ് ചെയ്ത് വെച്ച ക്രീം ഉണ്ടല്ലോ അത് ഇതേപോലെ എല്ലായിടത്തും ഒന്ന് ആക്കിയിട്ട് നല്ല അടിപൊളിയായിട്ടൊന്ന് മൊത്തത്തിലൊന്ന് എല്ലായിടത്തും എത്തുന്ന പോലെ ഒരു നല്ലൊരു തിക്ക് ലെയറായിട്ടൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പം ഇങ്ങനെ മാത്രമാണെങ്കിൽ ഇങ്ങനെയും കഴിക്കാം, പക്ഷെ ഞാൻ ഇതിൻ്റെ മേലെ ഒന്നും കൂടി ഒരു ലെയറും കൂടി ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ ബ്രെഡ് എടുത്തിന് എന്നിട്ട് ആ പാലിൻ്റെ മിക്സിലോട്ട് മുക്കിയിട്ട് ഇതേപോലെ ഒരു ലെയറും കൂടി വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ ഇതിൻ്റെ മേലെയും ബിസ്ക്കറ്റും വെച്ച് കൊടുക്കാം, പക്ഷെ ഞാൻ ഇങ്ങനെയാണ് കേട്ടാക്കിയത്. കാരണം ബിസ്ക്കറ്റിൻ്റെ ടേസ്റ്റ് ഒരുപാട് അങ്ങ് നിൽക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. എന്നിട്ട് അതിൻ്റെ മേലെ ഒരു ലെയറും കൂടി വിപ്പിംഗ് ക്രീം നല്ലേക്കൊന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഒരു ചോക്ലേറ്റ് ബാർ എടുത്ത് ഇതേപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് മേലോട്ട് ഇട്ട് കൊടുക്കണം. അത് ഫുള്ളായിട്ടൊന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. ചോക്ലേറ്റ് ബാർ ഇല്ലെങ്കിൽ ബിസ്ക്കറ്റിനെ ഒന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുത്താലും മതി. എന്നിട്ട് ഇതാ സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിന് അടിപൊളിയാണ് കേട്ടോ, സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഓക്കെ, ബൈ.